ഹലോ ഡിയേഴ്സ്. അപ്പോൾ എൻ്റെ മോള് താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിന്നെടുത്ത ഈ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കാണുന്ന ഒരു സാരിയാണ്. അത് വന്ന് ഷൈനിങ് ജോർജറ്റാണ് മെറ്റീരിയൽ കേട്ടോ. +2 ഉടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ അത് വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചിത്ര സിൽക്കിൻ്റെ 2 മീറ്റർ പാൻറ്റിൻ്റെ മെറ്റീരിയൽ എടുത്ത് പരാഗിൽ നിന്നാണ് വാങ്ങിയത്, എറണാകുളം. അതേപോലെ തന്നെ ഈ ഒരു വെൽവെറ്റ് ഓർഗൻസഡ മെറ്റീരിയൽ എടുത്തു കേട്ടോ. ഈ ബൂട്ടാസൊക്കെ ഉള്ളതാണ്. 2.25 മീറ്ററോളം മുറിച്ച് വാങ്ങി. അപ്പോൾ ഇത് വന്നിട്ട് ഔട്ട്ഫിറ്റിന് മാച്ച് ആവട്ടെ, പ്ലെയിൻ ആണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ. അപ്പം നമ്മളിത് ഒരു വർക്ക് ചെയ്ത് കൊടുത്തതാണ്. സിമ്പിൾ വേണമെന്ന് പ്രത്യേകം മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു നല്ല നമ്മൾ വന്നിട്ട് പിങ്ക് കളറാണ് കട്ട് ബീഡ്, മൈക്രോ കട്ട് ബീഡാണ്. അതേപോലെ തന്നെ റെയിൻബോ ഗോൾഡൻ കളറ് കട്ട് ബീഡും യൂസ് ചെയ്തിട്ടുണ്ട്. അത് സെയിം കളർ തന്നെ ഒരു പിങ്ക് സീക്വൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റൽ ബീഡൊക്കെ ഉണ്ട്. അതൊക്കെ ഔട്ട്ഫിറ്റ് നേരിട്ട് കാണുമ്പോഴേ കാണത്തുള്ളൂ, പെട്ടെന്ന് സൂമിങ്ങിൽ കിട്ടിയില്ല. അതേപോലെ തന്നെ ഈ ഒരു ബൂട്ടാസ് വർക്കില്ലേ, അത് ഞാൻ ബോഡിയിലും സ്ലീവിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ അത് ചെയ്തു കേട്ടോ. ഫൈനലി നമ്മളിത് ലൈനിങ് ഇട്ടിട്ട് മറിച്ചടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നെക്കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫൂട്ടർ ഉപയോഗിച്ച് നോക്കി ആദ്യം. ഇത് നമ്മൾ ബീഡ്സൊക്കെയുള്ള മെറ്റീരിയൽ അടിക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫൂട്ടറാണ് അത്. പക്ഷെ അത് നടന്നില്ല. അതേപോലെ തന്നെ രണ്ടാമത് ഞാൻ ഈ ഒരു 1 സൈഡ് ഫൂട്ടറും ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഈ കർവ് ഉള്ളത് കാരണം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഫൈനലി ഈ സൂചി നൂലും വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ മറിച്ചടിച്ചത് കേട്ടോ. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ കർവ് വന്നാൽ നെക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അടുത്ത് വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്കും അത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഡ്രസ്സിൻ്റെ ബോഡിയിലും അത്യാവശ്യം ബൂട്ടാസ് വർക്കൊക്കെ ചെയ്ത് ഇതാണ് സ്ലീവ്. അപ്പോൾ സ്ലീവ് ആൾക്ക് അത്രയും വീതി മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അത്രയും വർക്ക് ചെയ്യാതെ വിട്ടത്. പിന്നെ ഇതാണ് വന്നിട്ട് ഫൈനൽ ലുക്ക്. ഫുൾ അംബ്രല്ലയായിട്ടാണ് ചെയ്തത്. സാരി ഫുള്ളായിട്ട് യൂസ് ചെയ്തു കേട്ടോ. അതേപോലെ തന്നെ ഈ ഫോട്ടോസൊക്കെ കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സ്. അപ്പോൾ ഫൈനലി നമ്മൾ ടങ്കീസ് വെച്ച് താഴെ നമ്മളൊരു 6 ആക്കിയില്ലേ, അതും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി തരൂ കേട്ടോ.